ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴത്തേക്കും കുറച്ചധികം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു മുറുക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ബൗളിലേക്ക് 2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്ര അളവിനാണോ ഇത് ഉണ്ടാക്കേണ്ടത് അതിനനുസരിച്ചിട്ട് ഗോതമ്പ് പൊടി ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഓമമാണ്. ഞാനൊരു 1/2 ടീസ്പൂൺ അളവിൽ ഓമം എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കയ്യിൽ എള്ളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നെയ്യാണ്. ഞാൻ 2 സ്പൂൺ അളവിൽ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഉപ്പും നെയ്യും എല്ലാം തന്നെ ഈ ഗോതമ്പ് പൊടിയുടെ എല്ലാ ഭാഗത്തും എത്തണം. ആ ഒരു രീതിക്ക് നന്നായിട്ട് തിരുമ്മി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്തൊന്ന് കുഴച്ചെടുക്കണം. കുറേശ്ശെ വേണം വെള്ളം ചേർത്തൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഒരുപാട് വെള്ളം ആദ്യമേ ചേർത്ത് കുഴച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പരുവം മാറിപ്പോവും. അതുകൊണ്ട് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കുറച്ചൊന്ന് തിക്കായിട്ട് വരത്തക്ക രീതിയിൽ വേണം ഇതൊന്ന് കുഴച്ച് എടുക്കാനായിട്ട്. അതായത് നമ്മൾ പൂരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ ഈ മാവൊന്ന് കുഴച്ച് എടുക്കാനായിട്ട്. ഇനി നമ്മൾ വെള്ളം ചേർത്തൊന്ന് കുഴച്ചതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് കൂടെ നല്ലതുപോലെ ഒന്ന് ബലം കൊടുത്തൊന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം നമുക്കൊരു 15 മിനിറ്റ് ഇതൊന്ന് അടച്ചൊന്ന് മാറ്റി വയ്ക്കാം. 15 മിനിറ്റിന് ശേഷം നമ്മുടെ പലഹാരം തയ്യാറാക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇപ്പോൾ ഞാൻ 15 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് കുറേശ്ശെ ആയിട്ട് മാവ് എടുത്ത് ചെറിയ ഉരുളയാക്കി ഒന്ന് എടുക്കാം. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം മാവ് എടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ കുറച്ചൊന്ന് വലിപ്പത്തിൽ വേണം എടുക്കാനായിട്ട്. അതിനുശേഷം നമുക്കിതൊരു ഉരുളയാക്കി ഒന്ന് മാറ്റാം. ഇനി നമ്മൾ ഈ ഉരുളയാക്കി എടുത്തിട്ടുള്ള മാവ് നമുക്കൊന്ന് ചപ്പാത്തി പരത്തുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചപ്പാത്തി പലകയിൽ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഗോതമ്പ് പൊടി ഇട്ടതിന് ശേഷം നമ്മൾ ഉരുളയാക്കി വെച്ചിട്ടുള്ള ഈ മാവ് നമുക്ക് ഇതിലേക്ക് വെച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തൊന്ന് പരത്തി എടുക്കാം. അതിനുശേഷം നമുക്ക് ചപ്പാത്തി പരത്തുന്നത് പോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ പരത്തിയെടുക്കുമ്പോഴത്തേക്കും ഒരുപാട് തിന്നായിട്ട് പരത്തിയെടുക്കാനായിട്ട് പാടില്ല. കുറച്ചൊന്ന് കട്ടിക്ക് വേണം ഒന്ന് പരത്തിയെടുക്കാനായിട്ട്. ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ അത്രയും നമ്മൾ തിന്നാക്കി എടുക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് തിക്കായിട്ട് വേണം ഇതൊന്ന് പരത്തി എടുക്കാനായിട്ട്. ഈ ഒരു കനത്തിൽ വേണം ഒന്ന് പരത്തി എടുക്കാനായിട്ട്. അതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ ഇത് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ തിരിച്ച് വെച്ചിട്ടും ചെറുതായിട്ട് തന്നെയാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ബാച്ച് മാവ് മാത്രമാണ് ഞാൻ ഇത്രയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള മാവിലെല്ലാം തന്നെ ഞാൻ കുറച്ചൊന്ന് നീളത്തിൽ കിട്ടത്തക്ക രീതിയിലാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. നമ്മളിതൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇളക്കി എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു പലകയിൽ നിന്ന് ഇളക്കി നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം. അതിനുശേഷം നമുക്കിത് എണ്ണയിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. എണ്ണ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പീസും നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഉള്ള ഈ ഒരു എണ്ണയുടെ പതയൊക്കെ നന്നായിട്ടൊന്ന് കുറഞ്ഞ് എണ്ണയുടെ പതയെല്ലാം തന്നെ നല്ലതുപോലെ ഒന്ന് അടങ്ങി ഈ ഒരു മുറുക്കെല്ലാം തന്നെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിലായി വരും. ആ ഒരു സമയം വരേക്കും നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. നമ്മൾ ഈ ഒരു എണ്ണയുടെ പതയൊക്കെ ഒന്ന് കുറയുന്നതിന് മുമ്പ് തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് മുറുക്കിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടില്ല. അതായത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടില്ല. പകരം നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും പൂരി കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിലായിരിക്കും ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ എണ്ണയുടെ പതയൊക്കെ ഒന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ബാക്കിയുള്ള എല്ലാ മാവും ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നമുക്ക് ഗോതമ്പ് പൊടി വെച്ച് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു മുറുക്കാണ്. അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.